ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് +1 ഫിസിക്സിലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അതിൻ്റെ ഓൾറെഡി നമ്മൾ 2 വീഡിയോസ് എടുത്തു കഴിഞ്ഞു. സോ ഇതൊരു ലാസ്റ്റ് വീഡിയോ ആണ്, ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ടും പ്രധാനമായിട്ടും നമ്മൾ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ അല്ലേ, ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസിൻ്റെ മോഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. റിജിഡ് ബോഡിയുടെ മോഷൻ, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, അതുപോലെ തന്നെ അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം കൺസർവേഷൻ, ലീനിയർ മൊമെൻറ്റം കൺസർവേഷൻ, ടോർക്ക്, അതുപോലെ തന്നെ ടോർക്കും ഈ ആംഗുലർ മൊമെൻറ്റുമായിട്ടുള്ള റിലേഷൻ, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് എന്ത് ചെയ്തിരുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ വെക്ടർ പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ ഈ ഒരു ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന ഒരു കൺസെപ്റ്റാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. സോ ഇത് പറയാനായി ഞാനൊരു ലിവർ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ആ ഒരു ലിവർ നമ്മളൊരു ചെറിയൊരു ത്രികോണ കഷ്ണത്തിൽ ബാലൻസ് ചെയ്ത് നിർത്താണ്. ഓക്കെ, സോ അത് ഈവൻലി അല്ല ഞാൻ ബാലൻസ് ചെയ്തിട്ടുള്ളത്, കാരണം ഇതാണ് ആ ലിവർ. അപ്പോൾ ഈ ലിവറിൻ്റെ ഇവിടെ ഒരു F2 വരുന്നുണ്ട്, ഇവിടെ ഒരു F1 ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഇത്രയും വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ D1 ആയിട്ട് എടുത്തു, അതായത് ഇവിടെ നിന്ന് തൊട്ട് ഇവിടെയും വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ D1 ആയിട്ട് എടുത്തു. ആൻഡ് ഫ്രം ഹിയർ ടു ഹിയർ ഐ കോൾ ഇറ്റ് D2. ഓക്കെ, ഇവിടെ നിന്ന് D1ഉം ഇവിടെ നിന്ന് D2 ആയിട്ട് എടുത്തു. അപ്പോൾ ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. ഇതൊരു മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഒരു ലിവറാണ്. ഓക്കെ, മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൽ താങ്ങി നിൽക്കുന്ന ഒരു ലിവറാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം പറയുമ്പോൾ അതിൻ്റെ മൊമെന്റ്സ് 0 ആവണം. അതായത് എത്രയാണോ ലോഡ് വരുന്നത് അതേ ഇൻറ്റു അതിൻ്റെ ആം, അതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിൽ വരുന്നെങ്കിൽ D1 × F1 = D2 × F2. ഓക്കെ, എനിക്കിങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ മൈനസ് ആട്ടോ, ഈക്വൽ ടു അല്ല, മൈനസ് ആണ് ഉദ്ദേശിച്ചത്, ഈക്വൽ ടു എന്ന് ഒന്നാണ്. ഓക്കെ, D1 × F1 - D2 × F2 = എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? D1 F1 = D2 F2 അല്ലേ. എന്നിട്ട് നമുക്ക് എന്ത് എഴുതാം? D1 F1 = എന്താണ്? D2 F2 എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ എഴുതാൻ പറ്റും. സോ ഇതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈക്ക് F2/F1 എന്ന് പറയുന്നത് എന്തായിരിക്കും? അതാണ് അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ F1 നമുക്കിങ്ങനെ എഴുതാം, F1/F2 എന്ന് പറയുന്നത് അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്താണ്? D2/D1 എന്നുള്ള രീതിയിൽ. ഓക്കെ, അതാണ് അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന ഒരു കേസ്. സോ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിൽ എത്തണമെങ്കിൽ എന്താണ്? അതിൻ്റെ ലോഡ് ആം ഇൻറ്റു ലോഡ് ഇതാണ് ലോഡ് ആം എന്ന് പറയുന്നത്. അതായത് ലോഡ് ബെയർ ചെയ്തിരിക്കുന്ന ആമാണ് ഇത്രയും ഭാഗം, ഇതാണ് ലോഡ് ആം ഇൻറ്റു ലോഡ് എന്ന് പറഞ്ഞാൽ എത്രയാണോ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതാ ലോഡ്, മൈനസ് എത്രയാണോ ഇവിടെ അടുത്ത സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ അല്ല റൈറ്റ് സൈഡിൽ എത്രയാണോ ലോഡ് ബെയർ ചെയ്തിട്ടുള്ളത് അത് ഇൻറ്റു അതിൻ്റെ ലോഡ് ആം. ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 0 വരുന്നതാണ് എന്ത്? റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാവാം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ ആ മെക്കാനിക്കൽ ലിവർ എന്താണ്? റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാവാന്നുള്ള കേസ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഇതിലൊരു ചെറിയ കൺസെപ്റ്റ് വരുന്നത്. ഈ ലോഡ് വെച്ച് അങ്ങനെ ഇതുവരെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു ചോദ്യം വന്നിരുന്നു ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഞാനൊരു കൺസെപ്റ്റ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ പ്രോബ്ലംസ് ചെയ്യാവുന്നുള്ളൂ. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ചെയ്ത് നിങ്ങൾ നോക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി. സോ സെന്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സെന്റർ ഓഫ് മാസ് പറഞ്ഞു. എന്താണ്? ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസിന്റെ എഫക്റ്റീവ് മാസ് ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ആ പോയിന്റിനെ പറയുന്നതാണ് നമ്മൾ എന്ത്? സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. സിമിലർലി ഒരു ബോഡിയുടെ എൻറ്റയർ ഗ്രാവിറ്റേഷണൽ ടോർക്ക് ഒരു പോയിന്റിലേക്ക് എഫക്റ്റ് വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ആ ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുക. എന്താണ്? ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ഗ്രാവിറ്റേഷണൽ ടോർക്ക്, എഫക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ടോർക്ക് ഒരു പോയിന്റിലേക്ക് വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുക. ഇനി ഈ ഒരു ഒബ്ജക്റ്റ് വളരെ വലിയൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ, വളരെ സൈസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഡിഫറെൻറ്റ് പോയിന്റ്സ് ആവാം. പക്ഷേ അതേസമയം ഈ ഒരു ഒബ്ജക്റ്റ് വളരെ ചെറുതാണെങ്കിൽ, അതൊരു ചെറിയ ഒരു പാർട്ടിക്കിൾ കണക്കേ ഉള്ള ഒരു ചെറിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ
അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് അതിന്റെ സെന്റർ ഓഫ്, കാരണം ജി ചേഞ്ച് ചെയ്യില്ല, ജി ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ എന്താണ് സെന്റർ ഓഫ് മാസും അതേപോലെ തന്നെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താവും, സെയിം ഒരു പോയിന്റിലേക്ക് എത്തും. അപ്പോൾ സൈസ് കുറയുന്നതനുസരിച്ച് എന്തായിരിക്കും, ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും അതുപോലെ തന്നെ സെന്റർ ഓഫ് മാസും കോയിൻസൈഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടി വരും. പക്ഷേ വലിയൊരു ഒബ്ജക്റ്റിന്റെ കേസിൽ എന്താവില്ല, അങ്ങനെ അത് ഡിഫറെന്റ് പോയിന്റിലായിരിക്കും ഉണ്ടാവുക. സെന്റർ ഓഫ് ഗ്രാവിറ്റി മേ ബി ഒരു പോയിന്റ് ആയിരിക്കാം, സെന്റർ ഓഫ് മാസ് മേ ബി പിന്നെ ഡിഫറെന്റ് പോയിന്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ ഒരു കേസ് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഈ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ പറയാനുള്ളത്. ചെറിയൊരു ടോപ്പിക്കാണ്, അതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല, മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് അടുത്ത പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ചെറിയ ക്ലാസ് തൊട്ട് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന കാലം തൊട്ട് തുടങ്ങുന്ന പരിപാടിയാണ് എന്താണ് ഇനേർഷ്യ എന്നുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. സോ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനേർഷ്യ എന്ന് പറഞ്ഞ ഒരു ടെൻഡൻസിയാണ്. അതായത് നമ്മളിപ്പോൾ നിലവിലുള്ള നമ്മുടെ ആ ഒരു സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇനേർഷ്യ എന്ന് പറയാം. ഓക്കെ, എന്താണ് നമ്മളെ ഒരു ഒബ്ജക്റ്റ്, നമ്മളെന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ഇപ്പോൾ ഉള്ള സ്റ്റേറ്റ്, അത് റെസ്റ്റ് ആണെങ്കിൽ റെസ്റ്റ്, യൂണിഫോം മോഷൻ ആണെങ്കിൽ യൂണിഫോം മോഷൻ, അതേ ഇതിൽ തന്നെ തുടർന്ന് പോകാനുള്ള അല്ലെങ്കിൽ അതേ കണ്ടീഷനിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസിനെയാണ് നമ്മൾ സത്യത്തിൽ എന്തെന്ന് പറയുന്നത്, ഇനേർഷ്യ എന്ന് പറയുന്നത്. ആ ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് പറയുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഒരു മാസിന്റെ ഒരു റൊട്ടേഷണൽ അനലോഗിനെയാണ് നമ്മൾ ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പറയുന്നത്. ഓക്കെ, ഇവിടെ റൊട്ടേഷണൽ ഇനേർഷ്യനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്താണ്, റൊട്ടേഷണൽ ഇനേർഷ്യനെയാണ് നമ്മൾ എന്ത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞ ഇവിടെ കണ്ടുപിടിക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്യാം, ഒരു ഡിസ്ക് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരെണ്ണം ഒരു അബൌട്ട് ആക്സിസ് കറങ്ങാന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ഡിസ്ക് ഒരു അബൌട്ട് ആക്സിസ് കറങ്ങാണ്, ഇതിന്റെ റേഡിയസ് r ഉണ്ട്. ഓക്കെ, മാസ് m, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ആയിക്കോട്ടെ, ഒരു പാർട്ടിക്കിൾ മാസ് m ഉള്ള ഒരു പാർട്ടിക്കിൾ r റേഡിയസിൽ ഒരു ഡിസ്ക് രൂപേണ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ട് കറങ്ങുകയാണെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I എന്ന് പറയുന്നത് എന്താണ്, ആ മാസ് ഇൻറ്റു റേഡിയസിന്റെ സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ഇക്വേഷൻ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എൻറ്റയർലി പഠിച്ചിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. അതേപോലെ തന്നെ ഇത് ഒരുപാട് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ 9ാം ക്ലാസ് തൊട്ട് നിങ്ങൾ പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഞാനിവിടെ ചോദിക്കുന്നത്, നമ്മുടെ ഈ ചാപ്റ്റർ എൻറ്റയർലി ഒരു റിജിഡ് ബോഡിയുടെ കേസിലാണ് തുടങ്ങുന്നത്. സോ ഒരു റിജിഡ് ബോഡിയുടെ കേസിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഇക്വേഷനിൽ നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത്? സോ അഗെയിൻ നിങ്ങൾക്കറിയാം, റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ അവിടെ പറയുന്നത്, അല്ലെ? വെൽ ഡിഫൈൻഡ് ഷേപ്പ് ഉള്ള ആ ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ചേർന്നുണ്ടാവുന്നതിനാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. സോ ദർ വിൽ ബി എന്താണ്, n ടൈംസ് മാസ്, n മാസുകൾ ഉണ്ടാവും, അല്ലെ? n പാർട്ടിക്കിൾസ് ഉണ്ടാവുമ്പോൾ n മാസുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ്, അവയ്ക്കൊക്കെ എന്തുണ്ടാവും, ഒരു റേഡിയൽ ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ എന്താവും, നമുക്കിതിനെ ഡിസ്ക്രീറ്റ് സമ്മേഷനിലൂടെ എഴുതേണ്ടി വരും. അപ്പോൾ ഡിസ്ക്രീറ്റ് സമ്മേഷൻ ഏതാന്ന് പറഞ്ഞാൽ എന്താ പറയാ, I എന്ന് പറയുന്നത് സിഗ്മയാണ്. ഓക്കെ, ഡിസ്ക്രീറ്റ് സമ്മേഷൻ കണ്ടിന്യൂസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് ആണ്, അതായത് ഇൻഡിജർ അഡീഷൻ 1 2 3 അങ്ങനെ ഇൻഡിജർ അഡീഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്മ I ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, MI/RI ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതാം, അല്ലെ? I m മാസുകളുള്ള അല്ലെങ്കിൽ n മാസുകൾ ഉണ്ടെങ്കിൽ ഇവിടെ I ഈക്വൽ ടു 1 to n. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം 1 to n, അതായത് ഒരു മാസ് മുതൽ n മാസ് വരെയുള്ള അല്ലെങ്കിൽ ഒരു റേഡിയൽ ഡിസ്റ്റൻസ് മുതൽ n റേഡിയൽ ഡിസ്റ്റൻസ് വരെയുള്ള ഒരു റിജിഡ് ബോഡിയുടെ കേസിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും, സമ്മേഷൻ ഓഫ് അല്ലെങ്കിൽ സിഗ്മ I ഈസ് ഈക്വൽ ടു MI ഇൻറ്റു RI ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ എഴുതുന്നത്. സോ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. റിജിഡ് ബോഡിയുടെ കേസ് വരുമ്പോൾ എന്താണ്, അവിടെ സമ്മേഷൻ ആഡ് ചെയ്ത് വരും. ഓക്കെ, സോ ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കാം, ഈ ഒരു ഫണ്ടമെന്റൽ ഇക്വേഷൻ നോക്കാം. ഇതിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ആറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷേപ്പിനെയും അതുപോലെ തന്നെ മാസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഷേപ്പ് മാറുന്നതിനനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറും. ഓക്കെ, ഷേപ്പ് മാറുന്നതിനനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറും. സിമിലർലി മാസിൽ ചേഞ്ച് വരുമ്പോഴും എന്ത് സംഭവിക്കും, മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറും. അപ്പോൾ നമുക്ക് കുറച്ച് റെഗുലർ ഷേപ്പുകളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എനിക്കൊന്നും ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഒരു കോളമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ അത് ഓരോന്നായിട്ട് പറഞ്ഞു പോവാം ഏതൊക്കെയാണ് വരാന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് ഏതാണ്,
ഒരു സർക്കുലാർ റിങ്ങിന്റെ കേസാണ്. ഓക്കെ, സർക്കുലാർ റിങ്. ഓക്കെ, സർക്കുലാർ റിങ് റേഡിയസ് ആറുള്ള, ഓക്കെ, റേഡിയസ് ആറുള്ള ഒരു സർക്കുലാർ റിങ് ആണ്. അത് നമ്മൾ എടുക്കുന്ന പെർപെൻഡിക്കുലാർ ടു ദ പ്ലെയിൻ. ഓക്കെ, പെർപെൻഡിക്കുലാർ ടു ദ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ പെർപെൻഡിക്കുലാർ ടു ദ പ്ലെയിൻ എടുക്കുന്നത്. ഓക്കെ, സർക്കുലാർ റിങ് പെർപെൻഡിക്കുലാർ ടു ദ പ്ലെയിൻ എടുക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ I എന്ന് പറയുന്നത് എന്താണ്? I ഈസ് ഈക്വൽ ടു mr സ്ക്വയർ. ജനറൽ ഇക്വേഷൻ തന്നെ, I ഈക്വൽ ടു mr സ്ക്വയർ. ഇനി രണ്ടാമത്തെ ആൾ, ഇനി ഇത് ഞാൻ ഡയാമീറ്ററിൽ എടുത്താലോ? സിമിലർ കേസ് തന്നെ ഞാൻ ഇതിന്റെ ഡയാമീറ്ററിന്റെ കേസിൽ എടുക്കുകയാണ്. ഇത് പെർപെൻഡിക്കുലർ ആക്സിസിൽ എടുത്ത് ഞാൻ ഡയാമീറ്ററിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ I എന്ന് പറയുന്നത് എന്താണ്? mr സ്ക്വയർ ബൈ 2 എന്നുള്ള രീതിയിൽ ഇക്വേഷൻ ആവും. mr സ്ക്വയർ ബൈ 2 എന്നുള്ള രീതിയിൽ ഇക്വേഷൻ മാറും. ശ്രദ്ധിക്കുക, അബൌട്ട് ഡയാമീറ്റർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അബൌട്ട് ദ ഹൊറിസോണ്ടൽ ആക്സിസിലാണ് എടുത്തിട്ടുള്ളത്. അതായത് ഇങ്ങനെയാണ് ഇവരുടെ റൊട്ടേഷൻ നടക്കുന്നത്. ഇനി ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ എടുത്തു നിൽക്കുക, ഇങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് അബൌട്ട് ഡയാമീറ്റർ ഞാൻ ആ ഇങ്ങനെ തിരിച്ചെങ്കിൽ, അതായത് ഇപ്പം ഇനി ഇത് തിരിയാ ഇങ്ങനെ ആയിരിക്കും. നേരത്തെ തിരിഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, പകരം എന്താണ് ഇപ്പം ഇങ്ങനെ തിരിഞ്ഞു തുടങ്ങി. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യയിൽ ചേഞ്ച് വരും. അത് mr സ്ക്വയറിൽ നിന്ന് മാറി mr സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള രീതിയിലേക്ക് ഇക്വേഷൻ മാറും. ഓക്കെ, ഇതാണ് സർക്കുലർ റിങ്ങിന്റെ രണ്ട് കേസ് എന്ന് പറയുന്നത്. ഇനി ഒരു തിൻ റോഡ് കൺസിഡർ ചെയ്യുക. തിൻ റോഡ്. ഓക്കെ, തിൻ റോഡ്. അപ്പൊ ഒരു തിൻ റോഡ് കൺസിഡർ ചെയ്തു, ഒരു ലെങ്ത് L ഉള്ള, ഓക്കെ, ലെങ്ത് L ഉള്ള. യൂഷ്വലി ഈ റോഡിന്റെ കേസൊന്നും ഇതുവരെ ഞാൻ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ എപ്പോഴും ഒരു ചേഞ്ചിനൊക്കെ വേണ്ടി ചിലവർ എന്ത് ചെയ്യും, ഇങ്ങനത്തെ റോഡിന്റെ കേസൊക്കെ എടുത്തുവിടും. അപ്പോൾ കുറച്ച് നമ്മളെപ്പോഴും mr സ്ക്വയർ എന്ന് പഠിക്കുമല്ലോ. അപ്പോൾ റോഡ് വിത്ത് ലെങ്ത് L എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് മേ ബി എന്ത് ചെയ്യും, റോഡൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യും. സോ റോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ I എന്ന് പറയുന്നത് പെർപെൻഡിക്കുലറി തന്നെ കേട്ടോ. സോ ഇഫ് ദിസ് ഈസ് ദ റോഡ്, ഓക്കെ, this is the road, then we taking the perpendicular axis here. Okay, so then the I എന്ന് പറയുന്നത് moment of inertia ml square by 2 ആണ്. Okay, ml square by 12 ആണ്. Okay, 12 ആണ്. Okay, ml square by 12 അല്ല, സോറി, ml square by 12 ആണ്. ഓക്കെ, ശരിയാണ് ml square by 12 ആണ്. സോ ഇതാണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് അടുത്ത പറയുന്നതാണ് സർക്കുലാർ ഡിസ്ക്. അതാണ് ഇമ്പോർട്ടൻറ്റ്. അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കുന്ന കാര്യമാണ് എന്ത്? സർക്കുലാർ ഡിസ്ക്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്ക് റിലേറ്റഡ് പ്രോബ്ലംസ് പിന്നീടും ഭാവിയിൽ ഫിസിക്സിൽ കുറേ അതർ ടോപ്പിക്സിലും വരും, ഡിസ്ക് എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ ഡിസ്കിന്റെ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? സർക്കുലാർ ഡിസ്കിന്റെ കേസിൽ. ഓക്കെ, സർക്കുലാർ ഡിസ്കിന്റെ കേസിൽ ഉള്ളത് എന്താണ്? I എന്ന് പറയുന്നത് സർക്കുലാർ ഡിസ്കിന്റെ കേസിൽ എന്താണ്? mr സ്ക്വയർ തന്നെയാണ് വരുന്നത് അല്ലെ? mr സ്ക്വയർ ബൈ 2 ആണ് വരുന്നത് സർക്കുലാർ ഡിസ്കിൽ. ഓക്കെ, ഇനി ഇത് ഞാൻ ഡയാമീറ്ററിൽ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? ഡയാമീറ്ററിൽ എടുക്കുകയാണെങ്കിൽ നേരത്തെ mr സ്ക്വയർ ബൈ 2 അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? I ഈസ് ഈക്വൽ ടു mr സ്ക്വയർ ബൈ 4. ഓക്കെ, mr സ്ക്വയർ ബൈ 4 ആണ് എന്ത്? ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, mr സ്ക്വയർ ബൈ 4. സിമിലർലി നിങ്ങൾക്ക് സോളിഡ് സിലിണ്ടറിന്റെ കേസ് വരുന്നുണ്ട്. സിലിണ്ടറിന്റെ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്, സോളിഡ് സിലിണ്ടറും ഹോളോ സിലിണ്ടറും. ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു PVC പൈപ്പ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ഹോളോ സിലിണ്ടർ എന്ന് പറയാം. ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല, ഉള്ളിലൊന്നും ഇല്ലാത്തതിനെ നമ്മൾ ഹോളോ സിലിണ്ടർ എന്ന് പറയാം. പൈപ്പൊക്കെ അതൊക്കെ എന്താണ്? ഹോളോ സിലിണ്ടേഴ്സ് ആണ്. സോ ഹോളോ സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr സ്ക്വയർ ആണ്. ഓക്കെ, ഹോളോ സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr സ്ക്വയർ ആണ്. സോളിഡ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഉള്ളിൽ എന്തുണ്ടായിരിക്കും? കട്ടിയുള്ള ഇതിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് എക്സാമ്പിൾ പറയാം? ഇരുമ്പിന്റെ റോഡ്. ഓക്കെ, ഇരുമ്പിന്റെ റോഡ് നമ്മളിപ്പോൾ കട്ട് ചെയ്താൽ എന്താണ്? ഉള്ളിലും ഇരുമ്പ് തന്നെ ആയിട്ടല്ലേ ഇരിക്കുക. അപ്പൊ കമ്പിയൊക്കെ എന്താണ്? ഒരു സോളിഡ് സിലിണ്ടറിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഇത് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr സ്ക്വയർ ബൈ 2 ആണ്. ഓക്കെ, mr സ്ക്വയർ ബൈ 2. ഹോളോ സിലിണ്ടറിന്റെ mr സ്ക്വയറും സോളിഡ് സിലിണ്ടറിൽ mr സ്ക്വയർ ബൈ 2 എന്ന് പറയും. ഇനി സിമിലർലി ലാസ്റ്റ് നിങ്ങൾക്ക് സോളിഡ് സ്ഫിയർ ആണ് പഠിക്കാനുള്ളത്. സോളിഡ് സ്ഫിയർ. ഓക്കെ, സോളിഡ് സ്ഫിയർ.
ഒരു ഇരുമ്പിന്റെ ഗോളങ്ങൾ ഒക്കെ പറയുന്ന നമുക്ക് ചില കിട്ടാറില്ലേ, ഒരു ഇരുമ്പിന്റെ ഫുള്ള് ഗോളം കിട്ടുന്നത്. സോ അതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സോളിഡ് സ്ഫിയർ എന്ന് പറയുന്നത്. സോ അതിന്റെ ഡയാമീറ്ററിലൂടെ നമ്മൾ ആക്സിസ് വെച്ച് കടക്കുകയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഈസ് ഇക്വൽ ടു 2mr²/5. ഓക്കെ, 2mr²/4. പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഡിസ്കിന്റെ അറിഞ്ഞിരിക്കണം. ഡിസ്കിന്റെ പെർപെൻഡിക്കുലർ ആക്സിസ് വെച്ചിട്ടായാലും ഡയമീറ്ററിൽ വെച്ചിട്ടുള്ള കേസായാലും അറിഞ്ഞിരിക്കണം. സോളിഡ് സിലിണ്ടർ അല്ലെങ്കിൽ ഹോളോ സിലിണ്ടർ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും വരാം മേ ബി. അപ്പോൾ സോളിഡ് സിലിണ്ടർ രണ്ടും പഠിച്ചു വെക്കുക. സ്ഫിയർ അങ്ങനെ ചോദിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സ്ഫിയറിന്റെ കേസിൽ. ബട്ട് ഒരു വ്യത്യസ്ത നല്ല രീതിയിൽ ബാക്കി എല്ലാ ഇക്വേഷനിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു ഇക്വേഷൻ ആണ് സോളിഡ്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ബാക്കി നിങ്ങൾക്ക് ഈ ഒരു തിൻ വയർ ആയാലും അതേപോലെ തന്നെ റോഡായാലും ഒക്കെ പഠിക്കാൻ എളുപ്പമാണ്. കാരണം സെയിം ഇക്വേഷൻസ് ചിലയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരുമിച്ച് വെച്ച് കൊണ്ടുവന്ന് പഠിക്കാൻ പറ്റും. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട എപ്പോഴും ഡിസ്കിൻ്റെ കേസ് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഹോളോ സോളിഡ് സിലിണ്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് അതിൽ കേസിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ പല ഷേപ്പിലുള്ളതിൻ്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. നമ്മൾ ലീനിയറിലായിട്ടുള്ള കൈനറ്റിക് എനർജി ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി റൊട്ടേഷനിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ നടക്കുന്ന സമയത്ത് അവിടെയുള്ള എനർജീനെ കണ്ടുപിടിക്കുന്നതാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ഓക്കെ, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നമുക്ക് ഓൾറെഡി അറിയാവുന്ന നോർമൽ അറിയാവുന്ന ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജിയുടെ 12mv² അല്ലേ? നമുക്കറിയാവുന്ന ഇക്വേഷൻ 12mv² ആണ്. ഇനി ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? V ഈസ് ഈക്വൽ ടു എന്താണ്? r⍵. ഇല്ലേ? r⍵ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ആ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഈ ഒരു വിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു m ഇൻറ്റു എന്ത് വരും? r²⍵². r²⍵² എന്നുള്ള രീതിയിൽ വരും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ mr² എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? mr² എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ അല്ലേ? mr² എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ആണ്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു കൈനറ്റിക് എനർജി ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? 12i⍵². ഇതാണ് എന്ത്? റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് വാട്ട്? ആംഗുലാർ വെലോസിറ്റി. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി ആണ്. നേരത്തെ നമ്മൾ ലീനിയർ വെലോസിറ്റിയുടെ കേസ് പറഞ്ഞു തുടങ്ങി. ഇപ്പൊ എന്താണ്? ഇപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ കേസിലേക്ക് വന്നു. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ്? 12mv² കൊടുത്തു. നമുക്കറിയാം ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ അറിയാം. v ഈസ് ഈക്വൽ ടു r⍵ എന്ന് പറയുന്നത്. സോ അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ആ വിക്ക് പകരം എന്ത് ചെയ്തു? r⍵ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എന്ത് വന്നു? 12mr²⍵² എന്ന് പറഞ്ഞു. mr² നമുക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം, വിച്ച് ഈസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. I എന്ന് കൊടുക്കാം. അപ്പൊ I എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ഇൻറ്റു i⍵² എന്നുള്ള രീതിയിലേക്ക് ആൻസർ കിട്ടി. സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നോക്കേണ്ടത് കൈനമാറ്റിക്സ് ഓഫ് റൊട്ടേഷണൽ മോഷൻ അബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ് ആണ്. ഓക്കെ, കൈനമാറ്റിക്സ് of rotational motion about a fixed axis അല്ലേ? എഴുതുന്നില്ലേ? റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, റൊട്ടേഷണൽ മോഷൻ about fixed axis. അതായത് ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് ആദ്യം നോക്കേണ്ടത് ഒരു യൂണിഫോം ആക്സിലറേഷനിലുള്ള ആദ്യം നമുക്ക് ലീനിയർ ആയിട്ടുള്ള കൈനമാറ്റിക്സ് എഴുതാം, അല്ലെങ്കിൽ ലീനിയർ മോഷന്റെ കൈനമാറ്റിക്സ് എഴുതാം. ലീനിയർ മോഷന്റെ കൈനമാറ്റിക്സ് നിങ്ങൾക്ക് അറിയാം എന്താണ്? ലീനിയർ മോഷൻ ഒരു യൂണിഫോം ആക്സിലറേഷനിലുള്ള ലീനിയർ മോഷന്റെ കൈനമാറ്റിക്സ് നമുക്കറിയാം. v ഈക്വൽ ടു v0 പ്ലസ് എന്താണ്? at അല്ലേ? ഇക്വേഷൻ ഓഫ് മോഷൻസ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സെയിം സാധനം തന്നെ. അതേപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് x0 പ്ലസ് ut പ്ലസ് ½ at² അല്ലേ? അതെ, v0 t
പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ, പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആൻഡ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്, യു സ്ക്വയർ പ്ലസ് അല്ലെങ്കിൽ വി സീറോ സ്ക്വയർ. ഇവിടെ വി സീറോ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റിലാണ് കേട്ടോ. വി സ്ക്വയർ പ്ലസ് 2ax. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഞാൻ ഇവിടെ എസ് ഇട്ടിട്ടായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. എസ് ഇസിക്കൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. സെയിം സാധനം തന്നെ വേറെ ടേംസിൽ എഴുതിയെന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. സോ ഇതിന്റെ പോലെ തന്നെ കറസ്പോണ്ടിങ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, റൊട്ടേഷണൽ മോഷന്റെ കൈനമാറ്റിക്സ് എഴുതാൻ പറ്റും. റൊട്ടേഷണൽ മോഷന്റെ കൈനമാറ്റിക്സ് എഴുതാൻ പറ്റും. റൊട്ടേഷണൽ മോഷന്റെ എന്ത് എഴുതാൻ പറ്റും, കൈനമാറ്റിക്സ് എഴുതാൻ പറ്റും. എങ്ങനെയായിരിക്കും, ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ എ ടി അല്ലേ. ആംഗുലാർ ആക്സിലറേഷന് നമ്മൾ ആൽഫ എന്നാണ് കൊടുക്കാറ്. ഓക്കെ, അപ്പോൾ അവിടെ ആൽഫ ഇട്ട് കൊടുത്തു. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എക്സ് ആണ് ലീനിയറിന്റെ കേസിൽ. ആംഗുലാറിന്റെ കേസിൽ എന്താ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്തായിട്ടാണ് നമ്മൾ എടുക്കാറ്, തീറ്റ അല്ലേ, തീറ്റ ആയിട്ടാണ്, ആംഗിൾ തീറ്റ ആയിട്ടാണ് നമ്മൾ എടുക്കാറ്. സോ എന്ത് വരും, തീറ്റ 0 പ്ലസ് ഒമേഗ 0 ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ, റൈറ്റ്, ഹാഫ് ആൽഫ ടി സ്ക്വയർ. സിമിലർലി ഇവിടെ എന്ത് വരും, ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട് സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ, 2 ആൽഫ തീറ്റ. ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, മൈനസ് തീറ്റ 0, ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അത് ഡിഫറൻസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിഫറൻസും കൂടി തീറ്റ മൈനസ് തീറ്റ 0 എന്നുള്ള രീതിയിലും കൂടി എടുക്കും. ഓക്കെ, സോ ഇതാണ് എന്ത്, റൊട്ടേഷണൽ കൈനമാറ്റിക്സ്. ഓക്കെ, റൊട്ടേഷണൽ കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഒന്നുമില്ല, ലീനിയർ വെലോസിറ്റി ഉള്ളിടത്തൊക്കെ നമ്മൾ എന്ത് ടേംസ് കൊടുത്തു, ആംഗുലാർ വെലോസിറ്റിയുടെ ടേംസിൽ എഴുതി. അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഉള്ളിടത്തൊക്കെ നമ്മൾ എന്ത് എഴുതി, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എഴുതി. ലീനിയർ ആക്സിലറേഷനെ മാറ്റി നമ്മൾ എന്ത് എഴുതി, ആംഗുലാർ ആക്സിലറേഷന്റെ ടേംസിൽ എഴുതി. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അതിൽ. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറഞ്ഞു പോയത്. നമ്മൾ ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻസ് ഓഫ് മോഷനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതി എന്നുള്ള വേറെ വ്യത്യാസങ്ങളൊന്നും അതിൽ വരുന്നില്ല. ഓക്കെ, ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പാരിസൺ ഒക്കെ നടത്താൻ പറ്റും കേട്ടോ. എന്താ ഈ ലീനിയർ മോഷനും ആംഗുലാർ മോഷനും തമ്മിലുള്ള കമ്പാരിസൺസ് ഒക്കെ നമുക്ക് നടത്താൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് ടോർക്ക് മൂലമുള്ള വർക്ക് ഡൺ. ഓക്കെ, വർക്ക് ഡൺ ബൈ എ ടോർക്ക്. ഓക്കെ, വർക്ക് ഡൺ ബൈ എ ടോർക്ക്, വർക്ക് ഡൺ ബൈ എ ടോർക്ക്. ടോർക്ക് മൂലം എങ്ങനെയാണ് വർക്ക് ഡൺ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. സോ അതിനൊരു ഇമേജ് ഒക്കെ വരയ്ക്കണം. സോ ഈ ഗ്രാഫ് വരയ്ക്കലാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഈ ഒരു സ്ക്രീനിൽ നോക്കാം നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റാന്നുള്ളത്. സോ ഞാൻ ആക്സിസ് വരയ്ക്കാണ്, സ്റ്റാർട്ടിങ് വിത്ത് ആക്സിസ്. സോ ദിസ് ഇസ് അവർ ആക്സ് ആൻഡ് ദിസ് ഇസ് അവർ വൈ. ഓക്കെ, ഇപ്പോൾ ടോർക്ക് വരയ്ക്കണം. സോ ദിസ് ഈസ് അവർ മോഷൻ. ഓക്കെ, ഇതാണെന്ന് വിചാരിക്കുക. ആൻഡ് ദിസ് ഈസ് അവർ P1 പൊസിഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ P1 പൊസിഷൻ. ആൻഡ് നമുക്കൊരു P1 പ്രൈമും കൂടി വേണം. ഓക്കെ, P1 പ്രൈം ഓർ P2, എനിവേ P1 പ്രൈമും കൂടി കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഇതാണ് നമ്മുടെ തീറ്റ. ദിസ് ഈസ് അവർ ചേഞ്ച് തീറ്റ. ഓക്കെ, ഡി തീറ്റ എന്ന് കൊടുത്തു. ആൻഡ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴേക്കും പെർപെൻഡിക്കുലറായിട്ട് ആയിരിക്കും. ഓക്കെ, ഫോഴ്സ്. ആൻഡ് ഇനി എന്തൊക്കെ എഴുതാൻ പറ്റും ഇതിൽ നമുക്ക്, ഇനി ഇതിൻ്റെ ആംഗിൾസ്. ഓക്കെ, സോ ദിസ് ഈസ് അനദർ വൺ, ദിസ് ഈസ് അവർ ആൽഫ, ഒരു ആൽഫ ആംഗിൾ ഇട്ടു. ആൻഡ് ബാക്കിയൊക്കെ ഉള്ളതാണ് നമ്മുടെ ഫൈ ആംഗിൾ ആയിട്ട് എടുത്തത് അല്ലേ. ഫൈ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഇത് തന്നെയാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫൈ 1. ആൻഡ് ദിസ് ഈസ് ഈ ചേഞ്ച്, ഈ പൊസിഷനിൽ നിന്ന് പാർട്ടിക്കിൾ എവിടെയും വരെ എത്തിയതിന് നമ്മുടെ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് DS ആയിട്ട് കൊടുത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിൽ വരേണ്ടത്. ആൻഡ് ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത്. സോ ഇതോടെ ഇരിക്കട്ടെ. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ഇൻറ്റു ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഫോഴ്സ് ഇൻറ്റു ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, വർക്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, dW ഈസ് ഈക്വൽ ടു F.ds എന്നുള്ള രീതിയിൽ ഇക്വേഷൻ എഴുതാം അല്ലേ. F.ds ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, dW ഈസ് ഈക്വൽ ടു FDS കോസ് തീറ്റ അല്ലേ. കോസ് തീറ്റ, ക്രോസ് പ്രൊഡക്റ്റ് സൈൻ തീറ്റ ആണ് തരുന്നെങ്കിൽ
ഇവിടെ എന്താണ് കോസ് തീറ്റ, തീറ്റ ആയിക്കില്ല വരാ, ഇവിടെ തീറ്റ അല്ലല്ലോ വരാ, എഫ് ഡി എസ് അല്ലേ എടുക്കണേ, ഇത് എഫ് ഡി എസ്, ഫൈ ആണ് നമ്മുടെ ആംഗിൾ. ഓക്കെ, തെറ്റ് ചെയ്താണ്, ഫൈ ആണ്, കോസ് ഫൈ ആണ് നമ്മൾ ആംഗിൾ, ഇവിടെ എടുത്തിരിക്കുന്ന ആംഗിൾ ഫൈ അല്ലേ, സോ കോസ് ഫൈ ആണ് നമ്മൾ എടുത്തിരിക്കുന്ന ആംഗിൾ. ഇനി ഇവിടെ നോക്കാം, ഇവിടെ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ ഉണ്ട്, അപ്പോൾ സൈ പ്ലസ് ആൽഫ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 90 ആയിരിക്കും അല്ലേ. സൈ പ്ലസ് ആൽഫ എന്ന് പറയുന്നത് എത്രയാണ്, 90 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക അല്ലേ. സൈ പ്ലസ് ആൽഫ 90 ഡിഗ്രി ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈക്കൊരു ഉണ്ടാക്കിക്കൂടെ, സൈക്കൊരു ഇക്വേഷൻ എഴുതിക്കൂടെ, 90 മൈനസ് ആൽഫ, 90 മൈനസ് ആൽഫ, നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ എഴുതാം. സോ കോസ് 90 മൈനസ് ആൽഫ, അപ്പോൾ ഇവിടെ കൊടുക്കുക കോസ് 90 മൈനസ് ആൽഫ. സോ നമുക്ക് എന്ത് കിട്ടും, അവിടെ കോസ് 90 പോവും, അപ്പോൾ നമുക്ക് ആര് മാത്രം വരും, കോസ് ആൽഫ മാത്രം വരും അല്ലേ, കോസ് ആൽഫ മാത്രം വരും. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി ഒമേഗ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, എഫ് ഡി എസ് കോസ് ആൽഫ എന്നുള്ള രീതിയിലേക്ക് എത്തും. ഓക്കെ, കോസ് ആൽഫ എന്നുള്ള രീതിയിലേക്ക് എത്തും. ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യലാണ് പ്രധാനപ്പെട്ട പണി. സോ അതിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഡി എസ്, ഓക്കെ, ഈ ഡി എസ് ആണ് നമുക്ക് ഇനി മാറ്റേണ്ടത്. സോ ഈ ഡി എസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഐദർ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാറ്റി എഴുതുകയും ചെയ്യാം. ഓക്കെ, ഡി എസിൻ്റെ ടൈമിൽ ഡി ഒമേഗ ബൈ ഡി എസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഡി എസ് ഇവിടെ കിടക്കുന്നുണ്ട്, ആൻഡ് ദിസ് ഇസ് ദ ആർ, റൈറ്റ്, ഇവിടെ ആർ അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എന്ന് പറയുന്നത് ആംഗിള്, സോ ആർ ഡി തീറ്റ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡി എസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും ഇല്ലേ. ഡി എസ് ഈസ് ഈക്വൽ ടു എന്താണ്, ആർ ഡി തീറ്റ. സോ നേരെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സോ ഡി ഒമേഗ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ ഡി തീറ്റ കോസ് ആൽഫ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡി തീറ്റ വന്നു, നമ്മൾ എന്ത് ചെയ്യാം, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് വേറെ പരിപാടിയൊന്നുമില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ഇവിടെ ഡി തീറ്റനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് വരും, ഡി ഒമേഗ ഈസ് ഈക്വൽ ടു എഫ് ആർ കോസ് ആൽഫ ഡി തീറ്റ. ഓക്കെ, ഈ ഫോഴ്സ് എഫ് ആർ എന്ന് പറയുന്നത് എന്താ, ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താ, പ്രധാനമായിട്ടും വരുന്നത് ടോർക്കാണ് അല്ലേ, ടോർക്ക് അല്ലേ വരുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്, ടോർക്കാണ്. ഓക്കെ, ഒരു ലെങ്തി ഡെറിവേഷനിലേക്കാണ് പോകുന്നത്, ടോർക്കാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡി ഒമേഗ ഇസ് ഈക്വൽ ടു ടോർക്ക് കോസ് ആൽഫ ഡി തീറ്റ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഡിഫറൻസിയേഷൻ മാറ്റണം, ത്രൂ ഔട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ത്രൂ ഔട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്താണ് വരാം, ഇവിടെ ഡി തീറ്റ കോസ് ആൽഫ ചെയ്യുമ്പോൾ തീറ്റ വരും നമുക്ക്. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, ടോർക്ക് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, വർക്ക് ഡൺ ബൈ എ ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്, ടോർക്ക് ഇൻറ്റു തീറ്റ അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ എന്ന് പറയുന്നതിലേക്കാണ് നമ്മൾ കിട്ടുന്നത്. ഇനി വർക്ക് ഡൺ കിട്ടിയ ഒരു കൺസെപ്റ്റ്, ഒരു ക്വാണ്ടിറ്റിയുടെ വർക്ക് ഡൺ കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടെത്താൻ പറ്റും, പവർ കണ്ടെത്താൻ പറ്റും. കാരണം എന്താണ്, വർക്ക് ഡണ്ണിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പവർ കിട്ടുന്നത്. ഓക്കെ, സോ പവർ പി ഈസ് ഈക്വൽ ടു എന്താണ്, ഡി ഒമേഗ ബൈ ഡി ടി അല്ലേ, ഡി ഒമേഗ ബൈ ഡി ടി. വെക്ടർ ഫോമിൽ എഴുതിപ്പോയി, തെറ്റി, വെക്ടർ ഫോമിൽ വെറും പി. ഓക്കെ, ഡി ഒമേഗ ബൈ ഡി ടി എന്ന് പറയുന്നത്. സോ ഡി ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, ഡി ഒമേഗ ഈസ് ടോർക്ക് ഇൻറ്റു തീറ്റ അല്ലേ, ടോർക്ക് ഇൻറ്റു തീറ്റ എന്ന് പറയും. സോ അതിവിടെ കൊടുക്കുന്ന സമയത്ത് ടോർക്കിനെ പുറത്തെടുക്കാം, ഡി തീറ്റ ബൈ ഡി ടി എന്നുള്ള രീതിയിൽ എഴുതാം. ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന് ഒരു വട്ടം വിത്ത് റെസ്പെക്ട് ടു ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ആംഗുലാർ വെലോസിറ്റി. സോ ടോർക്ക് ഇൻറ്റു ഒമേഗ. സോ പവർ പി ഈസ് ഈക്വൽ ടു എന്താണ്, ടോർക്ക് ഇൻറ്റു ഒമേഗ അല്ലെങ്കിൽ ടോർക്ക് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് എത്താണ്. ഓക്കെ, ആലോചിക്കുക, വർക്ക് ഡൺ അറിയുന്ന ഒരു വ്യക്തിക്ക് അതിനൊരു വട്ടം കൊണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും, പവർ കിട്ടും. ഓക്കെ, സിമിലർലി തീറ്റനെ കൊണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആംഗുലാർ വെലോസിറ്റി കിട്ടും. ആംഗുലാർ വെലോസിറ്റിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആംഗുലാർ ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, ഇനി ആംഗുലാർ മൊമെന്റത്തിനെ നമുക്ക് എന്ത് ഒരു രീതിയിൽ, നമുക്ക് ഓൾറെഡി ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ അറിയാം, L ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അറിയാം നമുക്ക് ഓൾറെഡി.
ഇനി ഇൻ ടേംസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ഒരു ഇക്വേഷനിലേക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് പല രീതിയിലും എന്താ ആംഗുലാർ മൊമെന്റത്തിന് റെപ്രസെന്റ് ചെയ്യാം. ഒരു വഴിയാണ് എന്ത് ആർ ക്രോസ് പി എന്ന് പറയുന്ന ഒരു മെത്തേഡ്. സിമിലർലി നമുക്ക് ഇനി ഈ ആറും പിയും ഒന്നും തരാത്ത പക്ഷം നമുക്ക് നമ്മുടെ കയ്യിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ആംഗുലാർ വെലോസിറ്റിയും ഉള്ളൊരു സമയത്ത് എങ്ങനെ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന്റെ ആംഗുലാർ മൊമെന്റം കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കത് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എൽ എന്ന് പറയുന്നത് ആർ ക്രോസ് പി ആണ്. എൽ എന്ന് പറയുന്നത് ആർ ക്രോസ് പി ആണ്. ഓക്കെ, ആർ ക്രോസ് പി ആണ്. സോ ആർ ക്രോസ് പി എന്ന് പറഞ്ഞാൽ എന്താ? ആർ പി സൈൻ തീറ്റ. ഓക്കെ, ഇവിടെ നമ്മൾ തീറ്റ 90 ഡിഗ്രി ആയിട്ട് എടുക്കുകയാണെങ്കിൽ സൈൻ 90 എന്നുള്ള രീതിയിൽ വരും. സോ അങ്ങനെ സൈൻ 90 എന്ന് വരുമ്പോൾ നമുക്ക് എന്താണ്? ആർ പി മാത്രം സൈൻ 90 1 ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ആര് മാത്രം വരും? ഇത് നമ്മൾ ആർ പി സൈൻ 90 എന്നുള്ള രീതിയിൽ വരും. സോ ജസ്റ്റ് ആർ പി മാത്രം നമുക്ക് ഇവിടെ കിട്ടും അല്ലേ? ആർ പി മാത്രം കിട്ടും. ആർ പി എന്ന് പറഞ്ഞാൽ എന്താ? പി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് അല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? ലീനിയർ മൊമെന്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇനി ഇവിടെ വെലോസിറ്റി, ഈ വെലോസിറ്റി വി എന്ന് പറഞ്ഞ ലീനിയർ വെലോസിറ്റി ആണ്. അപ്പോൾ നമുക്ക് ആർ ഒമേഗ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ എന്താവും? ആർ എം ആർ ഒമേഗ. സോ നമുക്ക് എന്ത് ചെയ്യാം? എം ആർ സ്ക്വയർ ഒമേഗ എന്ന് എഴുതാം. ഓക്കെ, എല്ലാം ഇവിടെ പറഞ്ഞു വരുന്നത്. എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. സോ ലീനിയർ മൊമെന്റ് ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, വേറെ ഒന്നുമില്ല. നമ്മൾ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ ആ ക്രോസ് പിയുടെ സൈൻ തീറ്റയുടെ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആർ പി എന്ന് എടുക്കും. അപ്പോൾ ആ പിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റി. സോ ലീനിയർ മൊമെന്റത്തിന്റെ വെലോസിറ്റി നമുക്കറിയാം എന്താണ്? അതിനെ വേറൊരു രീതിയിൽ ആംഗുലാർ മൊമെന്റത്തിന്റെ ടേംസിൽ എഴുതാം. എങ്ങനെ? ആർ ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതാം? ആ എം ആർ സ്ക്വയർ ഒമേഗ എന്ന് എഴുതാം. എം ആർ സ്ക്വയർ നമുക്ക് ഓൾറെഡി എന്താണെന്ന് അറിയാം? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നറിയാം. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ടേംസിൽ എഴുതാം. അപ്പോൾ എന്താണ്? ആംഗുലാർ മൊമെന്റം എൽ ഈസിക്കൽ ടു ഐ ഒമേഗ എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് എത്തി. എൽ ഈസിക്കൽ ടു ഐ ഒമേഗ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ആംഗുലാർ മൊമെന്റത്തിനെ പല രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറയാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ജനറൽ ഇക്വേഷനെ ആർ ക്രോസ് പി എച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? എൽ ഈസിക്കൽ ടു ഐ ഒമേഗ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് എന്ത് കണ്ടെത്താം? ആംഗുലാർ വെലോസിറ്റി കണ്ടെത്താം. ഓക്കെ, സോ ഇത് കാണാതെ പഠിക്കാൻ ഞാൻ പറയില്ല. ജസ്റ്റ് ഒരു ലോജിക്ക് യൂസ് ചെയ്താൽ മതി. അതായത് ആർ ക്രോസ് പി നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ബേസിക് ഇക്വേഷൻ ആണ്. സോ നെക്സ്റ്റ് എന്ത് ചെയ്യാം നിങ്ങൾ ആലോചിക്കുക? പിക്ക് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റും. സോ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തതിനു ശേഷം അതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? എം ആർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് വരും. കാരണം ആർ ഇൻറ്റു ആർ എന്ന് അവിടെ വന്നു. അപ്പോൾ തന്നെ നമുക്ക് അതിന് ആർ സ്ക്വയർ എന്ന് എഴുതാം. സോ ആ ഒരു ലോജിക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ എം ആർ സ്ക്വയർ ഒമേഗ എന്നുള്ള ഒരു ടേംസിലേക്ക് അവിടെ എത്താൻ പറ്റും. അപ്പോൾ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ആ എം ആർ സ്ക്വയർ മാറ്റി അവിടെ എന്ത് ഇടാൻ പറ്റും? ഐ എന്ന് പറയുന്ന ടേം ഉപയോഗിച്ച് നമുക്ക് അതിന് എന്ത് ചെയ്യാം? എൽ ഈസിക്കൽ ടു ഐ ഒമേഗ എന്നുള്ള ടേംസിലേക്ക് ആക്കാൻ പറ്റും. സോ ഇത്രയുള്ള ഒരു ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് അതിൽ കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കേസുകൾ വെച്ച് മാത്രം എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്താം. ഓക്കെ, ഇവിടെയാണ് എൽ ഈസിക്കൽ ടു ഐ ഒമേഗ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓൾറെഡി എന്താണ് റിലേഷൻ കണക്ട് ചെയ്തിരുന്നു. ആംഗുലാർ മൊമെന്റവും ടോർക്കും തമ്മിൽ എന്ത് ചെയ്തു? ഒരു റിലേഷൻ കണക്ട് ചെയ്തിരുന്നു. സിമിലർലി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആംഗുലാർ ആക്സിലറേഷനും ടോർക്കും തമ്മിൽ എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആംഗുലാർ ആക്സിലറേഷനും ടോർക്കും തമ്മിൽ. സോ ജസ്റ്റ് ടോർക്ക് ഈസിക്കൽ നമുക്ക് എന്തറിയാം? ഡി എൽ ബൈ ഡി ടി ആണെന്നറിയാം. ഓക്കെ, ടോർക്ക് ഈസിക്കൽ ടു ഡി എൽ ബൈ ആംഗുലാർ മൊമെന്റത്തിന് ഒരു വട്ടം വിത്ത് റെസ്പെക്ട് ടു ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ആളെന്നറിയാം. ഇപ്പൊ നമ്മളൊരു പുതിയ ഇക്വേഷൻ പഠിച്ചു. എൽ എന്ന് പറഞ്ഞത് ഐ ഒമേഗ ആണെന്ന് അല്ലേ? എൽ എന്ന് പറയുന്നത് ഐ ഒമേഗ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ സിമിലർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോർക്കിന് പകരം ഇവിടെ ഡി എൽ ബൈ ഡി ടിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഡി ബൈ ഡി ടി ഓഫ് ഐ ഒമേഗ. ഓക്കെ, ഇവിടെ അതിനെ പുറത്തേക്ക് എടുക്കും. ഡി ഒമേഗ ബൈ ഡി ടിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെറിവേറ്റ് ചെയ്യും. ഓക്കെ, ഡെറിവേഷൻ എടുക്കും. സോ അപ്പോൾ ഇവിടെ എന്ത് വരും? എൽ അല്ല, ടോർക്ക്. ഇപ്പോൾ ഇവിടെ എന്ത് വരും? ആംഗുലാർ വെലോസിറ്റിനെ ഒരു ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഒരു ഡെറിവേറ്റീവ് കൂടി എടുക്കുമ്പോൾ അവിടെ എന്താ വരാ? ആംഗുലാർ ആക്സിലറേഷൻ അല്ലേ വരാ? ആൽഫ അല്ലേ വരാ? അപ്പോൾ ഐ ആൽഫ എന്ന് വരും. അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ആൽഫ എന്നുള്ളൊരു ഇക്വേഷനിലേക്ക് വരും. ഓക്കെ, പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ മൊമെന്റത്തിന്റെ
വിത്ത് റെസ്പെക്ട് ടു ടൈമിന്റെ ഡെറിവേറ്റീവ് ആണെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. സോ അതിൽ നിന്ന് എല്ലിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇപ്പം അറിയാവുന്ന ഏത് ഐ ഒമേഗ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ഐനെ പുറത്തെടുക്കുക, ഡി ഒമേഗ ബൈ ഡി ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡി ഒമേഗ ബൈ ഡി ടി ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആക്സലേഷൻ കിട്ടും. എന്താ ആക്സലേഷൻ? ആംഗുലാർ ആക്സലേഷൻ, ആൽഫ കിട്ടും. അപ്പോൾ എന്താണ്? എൽ ഇ സി ടോർക്ക് ഈക്വൽ ടു ഐ ആൽഫ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എത്തും. ഓക്കെ, ഇനി ഈ ഒരു കേസിൽ നമ്മൾ ഓൾറെഡി ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ പറഞ്ഞാണ്. അതായത് ടോർക്ക് 0 ആവുന്ന സമയത്ത് ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു 0 ആവും, വിച്ച് മീൻസ് എൽ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. സോ സിമിലർലി നമ്മൾ എൽ കോൺസ്റ്റന്റ് ആവണം. ആംഗുലാർ മൊമെന്റം കൺസർവേഷനിൽ എൽ കോൺസ്റ്റന്റ് ആവുന്നു എന്ന് പറഞ്ഞല്ലോ. അതിനർത്ഥം എന്താണ്? ഐ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണെന്നുള്ളതാണ്. സോ ഇതാണ് ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്. ഐ ഒമേഗ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ വരും. അതായത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താണ് ഒരു ചോദ്യം വന്നിരുന്നു. അതൊരു ബാലറ്റ് പ്ലെയർ കണ്ടിട്ടില്ലേ നിങ്ങൾ? മറ്റേ ബാലറീന ഡാൻസ് ഒക്കെ കണ്ടിട്ടില്ലേ? ഭയങ്കര ഒരു ചെറിയ ടോയിൽ നിന്നുകൊണ്ട് കറങ്ങുന്ന ഒക്കെ ഡാൻസുകളുണ്ട്. നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ മതി. സോ സിമിലർലി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്ന ഒരു കുട്ടി ചെയറിൽ ഇരുന്ന് കറങ്ങുന്ന കേസാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, ഇവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മീനിങ് എന്താ? ഐ ഒമേഗ ഈക്വൽ ടു കോൺസ്റ്റന്റിന്റെ മീനിങ് ഐ എന്ന് പറയുന്നത് എന്താണ്? 1/ω ആണ് അല്ലേ? 1/ω എന്നാണ് അതിന് മീനിങ്. അതായത് ഐ എന്താണ്? ഐ എന്ന് പറയുന്നത് ഒമേഗ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. അതായത് ഒമേഗ കൂടുമ്പോൾ ഐ കുറയും. ഓക്കെ, ഐ കൂടുമ്പോൾ ഒമേഗ കുറയും. ഇനി ആ ഒരു മെത്തേഡിലാണ് അവിടെ പോകുന്നത്. അതായത് ഐ കൂടുകയാണെങ്കിൽ എന്ത്? ഒമേഗ കുറയും. സിമിലർലി ഐ കുറയാണെങ്കിൽ ഒമേഗ കൂടും, അല്ലെങ്കിൽ ഒമേഗ കൂടുകയാണെങ്കിൽ എന്താണ്? ഐ കുറയും. എങ്ങനെ വേണമെങ്കിലും വരാം. ഓക്കെ, അതായത് ഒമേഗയാണ് കൂടുക, കാരണം വെലോസിറ്റിയിലാണ് ചേഞ്ച് വരാം. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാം ഒമേഗ കൂടുമ്പോൾ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയും. അതേപോലെ തന്നെ ആംഗുലാർ വെലോസിറ്റി കുറയുമ്പോൾ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടും. അങ്ങനെയുള്ള രീതിയിലാണ് പറയാം. അപ്പോൾ ഈ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ചെയറിൽ ഇരുന്നുകൊണ്ട് അവരുടെ 2 കൈയും നിവർത്തി പിടിച്ചുകൊണ്ട് കറങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ത് ചെയ്യും? കൈ രണ്ടും ഹൊറിസോണ്ടലി വരുമ്പോൾ സമയത്ത് എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇൻക്രീസ് ചെയ്യും, കൂടും. ആ സമയത്ത് എന്താവും? ആംഗുലാർ സ്പീഡ് കുറയും. അപ്പോൾ അതായത് അവരുടെ കറങ്ങുന്നത് കുറയും. പക്ഷെ അതേസമയം അവർ കൈ രണ്ടും ചേർത്ത് പിടിച്ചിട്ട് കറങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയും, പകരം എന്താ? ആംഗുലാർ വെലോസിറ്റി കൂടും, ആംഗുലാർ സ്പീഡ് കൂടും. അപ്പോൾ അവർ പെട്ടെന്ന് കറങ്ങും. നിങ്ങൾ ഈ ബലറിന ഡാൻസ് ഒക്കെ കണ്ടാൽ ശ്രദ്ധിക്കാൻ മനസ്സിലാവും. അവർ കൺട്രോൾ ചെയ്ത് കറങ്ങുന്നത് എപ്പോഴും അവരുടെ കൈ രണ്ടും ഹൊറിസോണ്ടലി വെച്ചിട്ടായിരിക്കും അവരെന്താ? ഇങ്ങനെ 2 കൈ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും അവർ കറങ്ങുക. കാരണം എന്താ? അവരുടെ ആ ഒരു കൺട്രോൾ ചെയ്ത് കറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ചില വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും, നിങ്ങൾ 2 കൈയും ഇങ്ങനെ കൂട്ടി ചേർത്തുകൊണ്ട് ഒരു സ്പീഡിൽ ഒരു കറക്കുന്നുണ്ട്. അപ്പോൾ അത് ആ സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 2 കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. കാരണം എന്താ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയണം. അപ്പോൾ എന്ത് കൂടും? ആംഗുലാർ സ്പീഡ് കൂടും. അപ്പോൾ കറങ്ങുന്ന റൊട്ടേറ്റിംഗ് സ്പീഡ് എന്താവും? വളരെ കൂടും. സോ അങ്ങനെയാണ് ആ ഒരു ഡാൻസിന്റെ ഫിസിക്സ് എന്ന് പറയുന്നത്. വളരെ രസമാണ് ആ ഒരു ഡാൻസിന്റെ ഫിസിക്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ എപ്പോഴെങ്കിലും സമയമൊക്കെ കിട്ടുമ്പോൾ യൂട്യൂബിൽ അടിച്ചു നോക്കുക ബലറിന ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ബാലറ്റ് അങ്ങനെ കുറേ ടേംസുകളുണ്ട്. എനിക്ക് അറിയില്ല, ഒരു റഷ്യൻ ഡാൻസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല അതിനെക്കുറിച്ച്. ബട്ട് നോക്കിയാൽ മതി, നിങ്ങൾ നോക്കിയാൽ അത് കാണാൻ പറ്റും. സോ ഇത്രയുള്ള പ്രധാനമായിട്ടും സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ 3 പാർട്ടായിട്ട് ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു പോയിട്ടുണ്ട്. ഒന്നും പോലും വിട്ടുപോയിട്ടില്ല. സോ എല്ലാ കാര്യങ്ങളും പഠിക്കുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കുറച്ച് ലെങ്തി ഉള്ള ചാപ്റ്റർ ആണ്. പക്ഷെ നമ്മൾ അത് പരമാവധി ഈ ഒരു കാര്യം പോലും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ നമ്മൾ 3 പാർട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.